ന്യൂസ് അപ്പ് മലയാളം എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ വിശ്വസിക്കാവുന്ന വാർത്തകൾ മാത്രം നിങ്ങൾക്കായി പങ്കുവെക്കുന്ന ഒരു മലയാളം ചാനലാണ്. ഇന്ന് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. പെൻഷൻ മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് സംബന്ധിച്ചിട്ടുള്ള പുതിയ വാർത്തയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇനി പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ട തീയതി ഏതാണ് എന്നുള്ളതാണ്. ആ തീയതി നീട്ടിയിട്ടുണ്ടോ? ആരെല്ലാം പെൻഷൻ മസ്റ്ററിങ് നടത്തണം? നടത്തുമ്പോൾ ഏതെല്ലാം രേഖകൾ കൊണ്ടുപോകണം? തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ആദ്യം അറിയേണ്ടത്, പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ തീയതി അടുത്ത മാസം 10-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ മസ്റ്ററിങ് നടത്താത്തവരെല്ലാം പോയി മസ്റ്ററിങ് നടത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുകയില്ല. പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിങ് നടത്തുന്നത്. ആരെല്ലാമാണ് മസ്റ്ററിങ് നടത്തേണ്ടത്? കേരളത്തിൽ ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവയെല്ലാം വാങ്ങുന്നവരും ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരുമൊക്കെ മസ്റ്ററിങ് നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്? അതിന് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് പോയി ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം വഴിയോ കണ്ണിൻ്റെ ഐറിസ് ഉപയോഗിച്ചോ മസ്റ്ററിങ് ചെയ്യാം. അത് അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കും. പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് അക്ഷയയിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോകേണ്ടതുണ്ട്. ഗുണഭോക്താവ് പെൻഷൻ വാങ്ങുന്നതിനായി തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിച്ച ആധാറിലുള്ള വിരലടയാളവും മസ്റ്ററിങ് നടത്തുന്ന സമയത്ത് വിരലടയാളവും ഒന്നായാൽ മാത്രമേ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. ഏതെല്ലാം രേഖകൾ കൊണ്ടുപോകണം? ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകണം. കൂടാതെ പെൻഷൻ ID ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കയ്യിലെടുക്കാൻ മറന്നു പോകരുത്. മസ്റ്ററിങ് എന്നുവരെ ചെയ്യാൻ കഴിയും? ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അടുത്ത മാസം 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കിടപ്പ് രോഗം കാരണം അക്ഷയയിൽ പോകാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? കിടപ്പ് രോഗികളല്ലാത്തവർ ബന്ധുക്കൾ മുഖേന പെൻഷൻ എവിടെ നിന്നാണോ വാങ്ങുന്നത് അവിടുത്തെ തദ്ദേശ സ്ഥാപനത്തെ നിങ്ങൾ മുൻകൂട്ടി വിവരം അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മസ്റ്ററിങ് നടത്തും. ഇനി അക്ഷയ കേന്ദ്രം വഴിയല്ലാതെ കോമൺ സർവീസ് സെൻറ്റർ പോലുള്ള മറ്റ് കേന്ദ്രങ്ങൾ വഴി ചെയ്യാമോ? ഇല്ല. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമേ നിലവിൽ മസ്റ്ററിങ് നടത്താൻ കഴിയുകയുള്ളൂ. അതിന് തദ്ദേശ സ്ഥാപനത്തിൽ പോയാൽ മസ്റ്ററിങ് നടത്താമോ? പറ്റില്ല. അക്ഷയ കേന്ദ്രത്തിൽ തന്നെ പോകേണ്ടതുണ്ട്. ആധാർ കാർഡ് ഇല്ലാതെ പെൻഷൻ വാങ്ങുന്നവർ എന്തു ചെയ്യണം? ഇങ്ങനെയുള്ളവർ ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്ഥാപനത്തിൽ നൽകണം. എവിടെയാണോ നിങ്ങൾക്ക് ഈ പെൻഷൻ ലഭിക്കുന്നത് അവിടെയാണ് നിങ്ങളത് നൽകാൻ ഉള്ളത്. വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി മാത്രമേ മസ്റ്ററിങ് നടത്താൻ പാടുള്ളൂ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല എന്നാണ്. കേരളത്തിലെ ഏത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രം വഴിയും മസ്റ്ററിങ് നടത്താം എന്നുള്ളതാണ്. പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടില്ല, പെൻഷൻ പാസ്സായി എന്ന് പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അവർ മസ്റ്ററിങ് നടത്തണോ? തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്ത ആക്റ്റീവായിട്ടുള്ള എല്ലാ പെൻഷനേഴ്സിനും തുടർന്ന് പെൻഷൻ ലഭിക്കാൻ മസ്റ്ററിങ് നടത്തേണ്ടതുണ്ട് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവർ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അതുകൂടാതെ മസ്റ്ററിങ് നടത്തണോ? വേണം എന്നുള്ളതാണ്. വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ളവർ മാത്രം പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ തദ്ദേശ സ്ഥാപനത്തിൽ നൽകേണ്ടതുണ്ട്. ഇതല്ലാതെ മസ്റ്ററിങ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ടതുണ്ട് എന്നത് ഓർത്തിരിക്കുക. 60 വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
60 വയസ്സോ അതിന് മുകളിലോ ഉള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. എന്നാൽ എല്ലാ പെൻഷനേഴ്സും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർ മസ്റ്ററിംഗ് നടത്തണോ? വേണം, അവരും മസ്റ്ററിംഗ് നടത്തണം. ഈ മസ്റ്ററിംഗ് നടത്തിക്കഴിഞ്ഞാൽ അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനത്തിൽ നൽകേണ്ടതുണ്ടോ? വേണ്ട, മസ്റ്ററിംഗ് അക്ഷയയിൽ മാത്രമാണ്. അക്ഷയയിൽ മസ്റ്ററിംഗ് നടത്തിയാൽ ഈ വിവരം ഓൺലൈനായി അപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗുണഭോക്താവ് രസീതുമായി തദ്ദേശ സ്ഥാപനത്തിൽ പോകേണ്ടതില്ല. ആധാർ നമ്പർ ചേർത്തിട്ടുള്ള ഒരു ഗുണഭോക്താവിന് മസ്റ്ററിംഗ് ആവുകയാണെങ്കിൽ എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്ഥാപനത്തിൽ നൽകിയാൽ മതി. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത ഗുണഭോക്താവിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നതിനുള്ള സൗകര്യം സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയാകും. പ്രത്യേകിച്ച് ഓർക്കുക, അവസാന തീയതി അടുത്ത മാസം 10-ാം തീയതിയാണ്. ഇതുപോലെ നിങ്ങൾ വാങ്ങുന്ന എല്ലാ ഈ സേവന പെൻഷൻ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിവരങ്ങൾ ഈ ചാനലിൽ അപ്ഡേറ്റായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.